സ്ലോവസ്റ്റ് 650 എവർ. ഇന്റർസെപ്റ്റർ 650യുടെയും കോണ്ടിനെന്റൽ 650യുടെയും പോസ്റ്റുകൾക്ക് താഴെ പൊതുവെ കണ്ടുവരുന്ന കമന്റ്സ് ആണ് ഇത്. യഥാർത്ഥത്തിൽ ഇതൊരു സ്ലോവസ്റ്റ് 650 ആണോ? അതെ. മറ്റ് 650cc ബൈക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വൺ ഓഫ് ദ സ്ലോവസ്റ്റ് 650cc ബൈക്കാണ്. പക്ഷെ നമ്മൾ അതിനെ നോക്കിക്കാണുന്ന പേഴ്സ്പെക്റ്റീവ് യഥാർത്ഥത്തിൽ തെറ്റല്ലേ? അതിനെ യഥാർത്ഥത്തിൽ നമ്മൾ വിളിക്കേണ്ടത് ദ മോസ്റ്റ് റിലയബിൾ 650 എന്നാണ്. കാരണം നമ്മൾ ഈ റോയൽ എൻഫീൽഡിന്റെ ട്വിൻസ്, അതായത് ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റലും, ഇതൊരു റെട്രോ മോട്ടോർ സൈക്കിളാണ്. സോ ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ എന്നുള്ളത് അത് പവറിനേക്കാളും, അത് എത്ര ഫാസ്റ്റിൽ പോകുന്നുള്ളതിനേക്കാളും അത് തരുന്ന ഫീലിനും ആ ഒരു ലുക്സിനും വേണ്ടിയിട്ടാണ് അതിന് മിക്ക ആളുകളും പർച്ചേസ് ചെയ്യുന്നത്. ഇതിനൊക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ട്രയംഫിന്റെ ബോൺവില്ലെ ലൈനപ്പും അതേപോലെ ഹാർലി ഡേവിഡ്സന്റെ ബൈക്സുമാണ്. റോയൽ എൻഫീൽഡ് ട്വിൻസിനേക്കാളും ഇരട്ടിയോളം പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് യൂറോപ്യൻ മാർക്കറ്റിൽ ഇത് ഭയങ്കര ഹിറ്റ് ആയത്? കാര്യം എന്തെന്നാൽ ഒരു റെട്രോ മോട്ടോർ സൈക്കിള് ഒരാൾ വാങ്ങുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റെട്രോ ഫീലും ആ ഒരു ലുക്സും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വല്ലാതെ ഇലക്ട്രോണിക്സും ടെക്നോളജിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഹൈ പവേർഡ് മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കിയപ്പോൾ റോയൽ എൻഫീൽഡ് അവരുടെ ട്വിൻസിനെ ഉണ്ടാക്കിയത് ഈ ഒരു റെട്രോ മോട്ടോർ സൈക്കിളിന് അത്യാവശ്യമായി വേണ്ടി വരുന്ന ചേരുവകൾ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റോയൽ എൻഫീൽഡിന്റെ ട്വിൻസിന് ഫാൻസി ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇല്ല, ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇല്ല, എയർ കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ബാക്കിയുള്ളതിന്റെ കോമ്പറ്റീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഏകദേശം പകുതിയോളം പവറും ഉള്ളൂ. എന്നിട്ടും യൂറോപ്പിലെ ഒരു മിഡ് എഞ്ചിൻ സൈസ് സെഗ്മെന്റിൽ 8.5% മാർക്കറ്റ് ഷെയറും പിടിച്ചടക്കാൻ റോയൽ എൻഫീൽഡിന് സാധിച്ചു. ഇതിന്റെ കാരണം എന്തെന്നാല് ഒരു റെട്രോ ബൈക്കിന് വേണ്ട അത്യാവശ്യമായി വേണ്ടി വരുന്ന ചേരുവകൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയ ബൈക്കാണ് ഈ 650 ട്വിൻസ്, അതായത് ഇന്റർസെപ്റ്ററും കോണ്ടിനെന്റലും. പക്ഷെ റോയൽ എൻഫീൽഡ് മറ്റവരെയൊക്കെ മുന്നിൽ ഇതിലെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ പ്രിഫർ ചെയ്യുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് റോയൽ എൻഫീൽഡിന് കുറച്ചുകൂടി നന്നായി മനസ്സിലായി എന്നുള്ളതുകൊണ്ടാണ്. കാര്യം അവരിതിനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചാൽ ഈ ബൈക്കിനെ പറ്റുന്നത്ര ഓൾഡ് സ്കൂളായി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത്യാവശ്യത്തിന് മാത്രമായിട്ട് മോഡേൺ എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയാം. ഇന്റർസെപ്റ്ററിനെ നമ്മൾ ഈ ഒരു പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു 2018 ഇതിൽ ലോഞ്ച് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇത് കാര്യമായി കേട്ടു തുടങ്ങിയത്. പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ബ്രിട്ടീഷ് റോയൽ എൻഫീൽഡ് 1960കളിൽ യൂറോപ്പിൽ വിറ്റിരുന്ന ഇന്റർസെപ്റ്റർ 750യുടെ ഒരു റീക്രിയേഷൻ ആണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഇന്റർസെപ്റ്റർ 650 കോണ്ടിനെന്റൽ 650. അപ്പോൾ റോയൽ എൻഫീൽഡ് ചെയ്തെന്താണ്, ആ ഒരു പഴയ മോട്ടോർ സൈക്കിളിന്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മോഡേൺ റെട്രോ മോട്ടോർ സൈക്കിൾ, അതാണ് നമ്മളുടെ 650 ട്വിൻസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡെവലപ്മെന്റിൽ ഇവർ ആദ്യമായി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ ഉള്ള ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ആംഗിളിന്റെ കാര്യം പറയുന്നത്? അപ്പൊ നമ്മളുടെ ഈ പാരലൽ ട്വിൻ എഞ്ചിൻസിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് ക്രാങ്ക് ആംഗിൾസ് ആണുള്ളത്. അത് ഒന്ന് 270 ഡിഗ്രി, ഒന്ന് 180 ഡിഗ്രിയാണ്. അപ്പോ റോയൽ എൻഫീൽഡ് എന്തുകൊണ്ടാണ് ഈ ഒരു 180 ഡിഗ്രി ക്രാങ്ക് ആംഗിളിന് പകരം 270 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ ചൂസ് ചെയ്തത്? ഇതിന് കാരണം എന്താ വെച്ചാൽ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ ഉള്ള ഒരു വണ്ടിക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസും അതുപോലെ തന്നെ കുറച്ച് സ്മൂത്തർ ആയിട്ടുള്ള ഒരു വൈബ്രേഷനും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ത്രോട്ടിയർ എക്സോസ്റ്റ് നോട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ 650 ട്വിൻസിന് നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സോസ്റ്റ് നോട്ട് ഉള്ളത്. ഇത് ആക്ച്വലി റോയൽ എൻഫീൽഡ് മാത്രം ചൂസ് ചെയ്ത ഒരു ക്രാങ്ക് ആംഗിൾ അല്ല. ഇത് മറ്റ് ഫേമസ് ബൈക്സ് ആയ ട്രയംഫിന്റെ ലേറ്റസ്റ്റ് ബോൺവില്ലെ സീരീസിൽ 270 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ ആണ്. അത് MT-07, ആഫ്രിക്ക ട്വിൻ പോലുള്ള ബൈക്കുകളിലൊക്കെ ഈ ഒരു 270 ഡിഗ്രി ക്രാങ്ക് ആംഗിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്റർസെപ്റ്റർ ആ ഓടിക്കാനുള്ള ഫീല് അത്രയും അടിപൊളിയായത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ടൽ റെസ്പോൺസ് ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. പിന്നെ അതിന്റെ ആ ഒരു എഞ്ചിന്റെ റമ്പിൾ നമ്മൾ ഫീൽ ചെയ്യും പറയാം, അതായത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീലാണ് വണ്ടിക്കുള്ളത്. എന്നാൽ അതിന്റെ ഒരു റമ്പിൾ ഉണ്ട് താനും. അപ്പൊ റോയൽ എൻഫീൽഡ് നല്ലൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു. പിന്നെ അടുത്തതായി റോയൽ എൻഫീൽഡ് നിങ്ങളിലേക്ക് വേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്ന പവർ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചേസസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡ് മുൻപേ ഹാരിസ് പെർഫോമൻസ് എന്നുള്ള മോട്ടോർ സൈക്കിൾസിന് വേണ്ടിയിട്ട് പെർഫോമൻസ് പാർട്സും അതുപോലെ റേസിംഗ് ബൈക്കുകൾക്ക് ചേസസും ഉണ്ടാക്കി നൽകിയിരുന്ന ഹാരിസ് പെർഫോമൻസ് എന്ന കമ്പനിയെ വാങ്ങിയിരുന്നു. അപ്പൊ ഈ ഒരു ഹാരിസ് പെർഫോമൻസ് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രീറ്റ് റേസിംഗ് ഇവന്റ് ആയ ഐൽ ഓഫ് മാൻ TTയിലും അതേപോലെ തന്നെ മോട്ടോ GPയിലും ഒക്കെ റേസിംഗ് ചേസസ് ഉണ്ടാക്കിയിരുന്ന കമ്പനിയാണ്. റോയൽ എൻഫീൽഡ് ഹാരിസ് പെർഫോമൻസിന്റെ സഹായത്തോടെ കൂടി ഒരു
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേസസും ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനൊരു സ്ലോവസ്റ്റ് 650 എന്ന് വിളിക്കുന്നതിനേക്കാളും മോസ്റ്റ് റിലയബിൾ 650 എന്ന് വിളിക്കുന്നതായിരിക്കും നന്നാവുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റോയൽ എൻഫീൽഡ് ഒരു പവറിൽ കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ അല്ലാതെ. ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇതിന്റെ ഒരു ഫീലിനും അതേപോലെ തന്നെ റിലയബിലിറ്റിക്കുമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 650യുടെ എഞ്ചിൻസ് റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി അണ്ടർ പവേർഡ് ആയിട്ട് ഇറക്കിയ എഞ്ചിൻസ് ആണ്. അതായത് ആ ഒരു 650യുടെ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് പവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് 650സിന്റെ എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് തെളിവായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഫോർട്ട്9 എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു 12 മോട്ടോർ സൈക്കിൾ ബ്രാൻഡ്സിന്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള എഞ്ചിൻ ഓയിൽ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പൊ എന്താ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിന്റെ ഓയിൽസ് എടുത്തതിന് ശേഷം ഇതിന്റെ അകത്ത് എത്രത്തോളം മെറ്റൽ പാർട്ടിക്കിൾസിന്റെ ഷേവിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ മെഷർ ചെയ്തിരുന്നത്. അപ്പൊ ഇതിൽ 12 ബ്രാൻഡുകളാണ് അവർ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇതിൽ റോയൽ എൻഫീൽഡ്, BMW, KTM, യമഹ, കവാസാക്കി, ഹോണ്ട, ട്രയം, സുസുക്കി, ഹാർലി ഡേവിഡ്സൺ, എപ്രിലിയ, ഡുക്കാട്ടി, ലിങ്സാൻ എന്നുള്ള കമ്പനീസിന്റെ ബൈക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിൾസിന്റെ എല്ലാം ഫസ്റ്റ് സർവീസിന് ശേഷമുള്ള എഞ്ചിൻ ഓയിൽസ് എടുത്തിട്ട് അതിലുള്ള മെറ്റൽ പാർട്ടിക്കിൾസിന്റെ അളവ് അളക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിൽ സർപ്രൈസിംഗ്ലി ഇതിൽ ഏറ്റവും കുറവ് മെറ്റൽ പാർട്ടിക്കിൾസ്, അതായത് ഏറ്റവും കുറവ് വെയർ ആൻഡ് ടയർ കാണിച്ചത് റോയൽ എൻഫീൽഡിന്റെ ബൈക്സ് ആണ്. അപ്പൊ ഇത്രയും കാലമായിട്ട് ഈ എഞ്ചിനീയറിംഗിൽ പയനീറായി നിന്ന മോട്ടോർ സൈക്കിൾസിനേക്കാളും ലെസ് ആണ് റോയൽ എൻഫീൽഡിന്റെ വെയർ ആൻഡ് ടയർ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ലെസർ മെറ്റൽ പാർട്ടിക്കിൾസ് എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ലോങ്ങർ എഞ്ചിൻ ലൈഫ് ആണ്. അപ്പൊ റോയൽ എൻഫീൽഡ് എവിടെയാണ് സക്സസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ക്വാളിറ്റി ഫോക്കസ് ചെയ്ത്, അതായത് അവർ അനാവശ്യമായ ഇലക്ട്രോണിക്സും കാര്യങ്ങളും ഒന്നും വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും ചേസസും ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു റൈഡറിന്റെ ഫീലിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഒപ്പം തന്നെ റിലയബിലിറ്റിക്ക്. ഇതിന്റെ സ്പെയറിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ട്രയംഫിന്റെ ഒരു ബേസിക് ആയി വരുന്ന സ്പെയറിന്റെ ഓൾമോസ്റ്റ് പകുതി പൈസ റോയൽ എൻഫീൽഡിന്റെ സ്പെയറിന് വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ബിക്കേം സോ ഈസി ടു ലിവ് വിത്ത് ദിസ് മോട്ടോർ സൈക്കിൾ. അതായത് കൊണ്ടു നടക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത മാതിരി. ബാക്കി ഒരു 650cc ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസിന്റെ തലവേദന വല്ലാതെ വരുമായിരുന്നു. പക്ഷേ ഒരു റോയൽ എൻഫീൽഡിന്റെ ഒരു 650 ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാലോ ഒരു റെട്രോ മോട്ടോർ സൈക്കിളിന് വേണ്ട എല്ലാ എലമെന്റ്സും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. ഇതാണ് 650യെ ഇത്രയും സക്സസ്ഫുൾ ആക്കാൻ കാരണം. ഇതിനേക്കാൾ ഉപരി മോട്ടോർ സൈക്കിളിന്റെ പ്രൈസ് തന്നെയാണ്. അതായത് ഒരു ബോൺവില്ലെ ലൈനപ്പിൽ വരുന്ന ഒരു ബൈക്കിനേക്കാളും ഓൾമോസ്റ്റ് ഹാഫ് ആണ് റോയൽ എൻഫീൽഡിന്റെ ബൈക്സിന്റെ വില. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ പകുതി പൈസയിൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് റോയൽ എൻഫീൽഡ് വേൾഡ് വൈഡ് ആയിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയത്. അപ്പൊ റീസെന്റ് നമ്മൾ കേട്ട ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ 650s, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള റോയൽ എൻഫീൽഡ് 650s പിൻവലിച്ചിട്ട് ഇന്റർസെപ്റ്റർ 750യും കോണ്ടിനെന്റൽ 750യും പുതിയതായി ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു പവർ ഫാക്ടർ ഇതിന്റെ അകത്ത് കൂടുകയും കുറച്ചുകൂടി മോഡേൺ എലമെന്റ്സും കൂടി അവർ ആഡ് ചെയ്യുകയും ചെയ്യും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്നോളജിക്കലി ഇവർ അഡ്വാൻസ് ചെയ്തിരുന്നാൽ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇന്റർസെപ്റ്റർ 650യെ സ്ലോവസ്റ്റ് 650 എന്ന് വിളിച്ച് കളിയാക്കേണ്ട ഒരു കാര്യമില്ല. ഇറ്റ്സ് ദ മോസ്റ്റ് റിലയബിൾ 650. അപ്പൊ റോയൽ എൻഫീൽഡിന്റെ ഈ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് കമന്റ് സെക്ഷനിൽ തീർച്ചയായും മെൻഷൻ ചെയ്യുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.